100% നമ്മളിവിടെ വന്ന് ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങൾ കുട്ടിയെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചു തന്നു. എൻ്റെ പേര് ജയേഷ്, വീട് അയിലൂരാണ്. നെന്മറയ്ക്കടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ് അയിലൂർ. ഞങ്ങൾ 1-ാം തീയതി അഡ്മിഷനായിരുന്നു, ജൂലൈ 1-ാം തീയതി. പെയ്ഫിന് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയതാണ്. സോ വൺസ് BP ഹൈ ആയതുകൊണ്ടാണ് ഡെലിവറി പെട്ടെന്ന് പ്രീ ടൈമായിട്ട് ചെയ്യേണ്ടി വന്നു. അതായത് ഒരു 7 months ഡെലിവറി ചെയ്യേണ്ടി വന്നു. സോ മാഡത്തിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പീഡിയാട്രിക്സ് ഡോക്ടേഴ്സായ നമ്മുടെ വരുൺ ഡോക്ടർ, ബിനി മാഡം, പിന്നെ ശ്വേത മാഡം, 3 ആളും ടീമായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഞങ്ങൾ കുട്ടിയെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചു തന്നു. കുട്ടി ജനിച്ചപ്പോൾ മുതൽ 2 ജൂലൈ മുതൽ NICയിലായിരുന്നു. ഇവിടുത്തെ നമ്മുടെ AVTSയിലെ NICയിലെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ഫെസിലിറ്റിയാണ്. ഇവിടെ പാലക്കാടിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഫെസിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത് NICയിൽ. വേറെ ഒന്നും നോക്കണ്ടായില്ല. അവിടുത്തെ നേഴ്സുമാരെല്ലാവരും, സ്റ്റാഫുകളെല്ലാവരും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നമ്മുടെ കുട്ടികളെ നോക്കിയിട്ട് ഈ ലെവലാക്കി തന്നിരിക്കുന്നത്. ഞങ്ങൾ വരുമ്പോൾ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ഒരു 10 to 15 days ഞങ്ങൾ ആ ടെൻഷനിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. ഇപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആയി പോവുകയാണ്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് നോർമലി ചെക്കപ്പിന് വരുന്ന പോലെ വന്നതിന് ശേഷം BP ഹൈ ആയി. ഞങ്ങളുടെ വലിയ ആളുടെ മൂത്ത ആളുടെ ഡെലിവറിയും ഇതേപോലെ സെയിം BP ആയിട്ട് തന്നെയാണ്. പക്ഷെ അത് കുറച്ചുകൂടി വീക്സ് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് ഇപ്പോൾ സെക്കൻഡ് ഞങ്ങൾ ഇത്രയും നാൾ ഹാപ്പി ആയിരുന്നു. വന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അഞ്ജലി മാഡം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു, 2 days വെയിറ്റ് ചെയ്തു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും വീണ്ടും ടെസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തപ്പോൾ കുറച്ച് കൂടുതലായി എല്ലാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരു 12 മണി വരെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് ഈ ഡോക്ടേഴ്സ്, അതായത് പീഡിയാട്രിക് വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സുമായിട്ട് ഞാൻ ഉള്ളിലായിരുന്നു. ഹസ്ബൻഡിന് കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തു. പെട്ടെന്നായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു മെൻ്റലി ഉള്ള ആ ഒരു സപ്പോർട്ട് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അഞ്ജലി മാഡത്തിൻ്റെ ആയാലും ബിനി മാഡത്തിൻ്റെ ആയാലും ശ്വേത മാഡത്തിൻ്റെ ആയാലും വരുൺ സാറിൻ്റെ ആ ഒരു രീതിയിലുള്ള എല്ലാം മെൻ്റലി സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു. നല്ല കോൺഫിഡൻസിൽ തന്നെയാണ് ഡോക്ടേഴ്സ് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഇത് ചെയ്തതും. അതിനുശേഷം മോൾ NICയിലായിട്ട് ഇതുപോലൊരു 38 ഡേയ്സോളം NICയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെയുള്ള 10 സിസ്റ്റേഴ്സും എപ്പോഴും ഡ്യൂട്ടിയിലുള്ള ഒരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. ഈ 3 ആളും കൂടിയുള്ള ഒരു ടീം വർക്കാണ് മോളിപ്പോൾ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കാനുള്ള കാരണം. പിന്നെ അഞ്ജലി മാഡത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പേഴ്സണലി ഞങ്ങൾ നല്ല ഭയങ്കര ഇതുള്ള ആളാണ്. എൻ്റെ ഡെലിവറി മാത്രമല്ല, ഇപ്പോൾ അനിയത്തിൻ്റെ ഡെലിവറി ഇപ്പോൾ ഒരു 3 months മുന്നേ ഇവിടെ കഴിഞ്ഞിരുന്നു. അതും മാഡം തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ഫ്ലോറിലും ഓരോ ഡോക്ടേഴ്സിനെയും ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ കണ്ടു. അതുകൊണ്ട് ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ, അതായത് 100% നമ്മളിവിടെ വന്ന് ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞങ്ങളിവിടെ വരുന്നത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ ഫാമിലിയിൽ പലരും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ ആ ഒരു എന്താ പറയുക, മെൻ്റലി ആയാലും നമുക്കുള്ള സപ്പോർട്ട് വളരെ വലുതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്.